ഒത്തിരി ബഹുമാനമാണ് ഈ നേഴ്സുമാരോട്. കാരണം ഈ ഒരു വലിയ സേവന മേഖലയിലേക്ക് അവരിറങ്ങുന്നത് +2 കഴിഞ്ഞ പാടെയുള്ളവരുടെ ഏറ്റവും നല്ല സമയത്താണെന്ന് ഓർക്കണം. അപ്പോൾ ഇവരോട് സംസാരിക്കാൻ പറ്റുന്നൊരു വേദി എന്നുള്ളത് എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു. അങ്ങനെ ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഒരു ദിവസം മുഴുവനായിട്ട് ഇവരെ ഒന്ന് അടുത്തറിയാനുള്ള വലിയൊരു അവസരം കൂടെ കിട്ടി. അതെ, ഏതൊരു കാര്യത്തെ അടുത്തറിയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ബഹുമാനവും ആദരവും തോന്നുന്നത്. എത്രയാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു സേവന മനോഭാവം ഇല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് മംഗലാപുരത്തുള്ള നഴ്സിംഗ് കോളേജാണ്. അവിടെ പഠിക്കുന്നതിൽ ഒരു 80% മലയാളികളാണ് കേട്ടോ. എല്ലായിടത്തും അവരുടെ അച്ചടക്കം ഇങ്ങനെ വിളങ്ങി നിന്നെന്ന് പറയാം. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായ ജോസഫും തോമസും വഴിയാണ് ഞാനവിടെ എത്തിപ്പെട്ടത്. ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നേ. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തറിയണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നേ. ഞാൻ അവരുടെ ഒപ്പം 3-4 ക്യാമ്പസ് അവിടെ വിസിറ്റ് ചെയ്തു. കൂടുതലും ട്രാവൽ ചെയ്ത് ശ്രീനിവാസിലൂടെ തന്നെയായിരുന്നു. ചെന്നിടത്തെല്ലാം ഇവരുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ സ്റ്റുഡൻസും അവിടുത്തെ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഇവരുടെ ഒരു ഫെലോഷിപ്പും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു മതിപ്പാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ അഡ്മിഷന് വേണ്ടി ഫാമിലീസ് അവിടെ വരുന്നുണ്ടായിരുന്നു. ഇത് പറയുമ്പോഴും ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇവർ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. ആ മക്കളെയും ഇവരുടെ സൗഹൃദങ്ങളെ കണ്ടപ്പം എനിക്ക് അവിടെ നല്ലൊരു സുരക്ഷിതത്വമാണ് ഫീൽ ചെയ്യപ്പെട്ടത്. ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനും എടുത്തു കൊടുത്ത് എല്ലാത്തിൻ്റെയും ബിസിനസ്സിൻ്റെ കണ്ണിൽ കൂടെ മാത്രം കാണുന്നിടത്താണ് പകരം വെക്കാനില്ലാത്ത ഇവരുടെ ഫെലോഷിപ്പൊക്കെ എനിക്കിങ്ങനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടുത്തെ വൻകിട ആശുപത്രികളുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി അവർ പോരാടുവാണ്. ഒപ്പമുണ്ട് ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പം. ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു, സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്ന മക്കളെ ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഉത്തരവാദിത്തോടെ കാര്യങ്ങളെ ചെയ്യുന്ന എഡ്യു ആൽഫ ഇൻ്റർനാഷണലിനെയും ജോസഫിനെയും തോമസിനെയും. സന്തോഷത്തോടെ ഇരിക്കട്ടെ ഇടങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.